നമസ്കാരം പ്രിയപ്പെട്ടവരെ. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ സ്വർണ്ണക്കട മുതലാളിയായിട്ടുള്ള ടോണി അച്ചായനെ കുറിച്ചിട്ടാണ്. ടോണി അച്ചായന ഞാൻ അറിയപ്പെട്ടത് ഈ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കും യൂട്യൂബും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അദ്ദേഹം ഒരുപാട് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണുമ്പോൾ കുറച്ച് ഓവറായിട്ടൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി അതൊരു പുണ്യപ്രവൃത്തിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്നാൽ ഇപ്പം സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ടോണി അച്ചായനെ കുറിച്ചിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നു, ഒരുപാട് ഗോസിപ്പുകൾ വരുന്നു. ടോണി അച്ചായനെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇദ്ദേഹത്തിന് 10-35 വരുന്ന ഷോപ്പുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം അത്രത്തോളം വളർത്തി എന്നുള്ളതാണ്. അതിൽ ബിസിനസ് ചെയ്ത് കിട്ടുന്ന ലാഭത്തിൽ ഒരു വിഹിതമാണ് അദ്ദേഹം ഈ ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. എൻ്റെ ഒരു അറിവിൽ അദ്ദേഹം മറ്റുള്ള ആളുകളിൽ നിന്നും പണം വാങ്ങിയിട്ട് ഒരാൾക്ക് ചാരിറ്റി ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ വിഹിതമാണ് അദ്ദേഹം ഈ ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അത് വീട് വെച്ചു കൊടുക്കാനാണെങ്കിലും, രോഗികളെ കണ്ടെത്തി ശുശ്രൂഷിക്കുന്നതിനാണെങ്കിലും, പഠനത്തിനാണെങ്കിലും, അങ്ങനെ ഒരുപാട് മേഖലകൾ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അത് കൈകൊണ്ട് ചെയ്യുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ലെന്നൊക്കെയാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അതൊന്നും നടപ്പാകുന്ന ഒരു ഇതല്ല. കാരണം പലരും ചിലപ്പം പ്രസക്തിക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുക്കാൻ വേണ്ടി. അപ്പം ആ വളരുന്നതിനനുസരിച്ചിട്ട് അദ്ദേഹത്തിന് വരുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയൊരു ശതമാനം എടുത്തിട്ട് അദ്ദേഹത്തിന് ചാരിറ്റി ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇതുപോലുള്ള ചാരിറ്റികൾ ചെയ്തുകൊണ്ട് വീഡിയോ എടുത്തിട്ട് സ്വന്തം ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ മറ്റ് PR-കളെ വെച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ ഇദ്ദേഹം ചെയ്യാറുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്ന ചില വീഡിയോകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ യൂട്യൂബർമാരൊക്കെ ആ വീഡിയോ എടുത്തിട്ട് വളരെ വൾഗറായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന ഞാനാണെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളാണെങ്കിലും പല ആളുകളും ചിലപ്പം സഹായിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ സഹായിക്കുന്നവർ സഹായിക്കട്ടെ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചില വീഡിയോകളൊക്കെ ചില യൂട്യൂബർമാർ ചെയ്യുന്നുണ്ട്. എന്തിന്റെ പേര്? അതേപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനമോ അല്ലെങ്കിൽ അദ്ദേഹം ടാക്സ് വെട്ടിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ നിന്ന് പണം വാങ്ങിയിട്ട് ആർക്കെങ്കിലും കൊടുക്കാതിരിക്കുവോ, അങ്ങനെ ഒന്നും അദ്ദേഹം ചെയ്തതായിട്ടൊന്നും എവിടെ ഒരു വാർത്തയില്ല. അത്തരത്തിൽ വാർത്ത വരികയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ തള്ളി പറയാനും തയ്യാറാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഇപ്പം പ്രചരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ജസ്റ്റ് ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കണം. ആ ഒരു ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീട്, ഒരു തറ കെട്ടിയിട്ടിരിക്കുന്ന ഒരു വീടിന് ബാക്കി പണം നൽകിയത് മൊത്തം ഈ അച്ചായൻ തന്നെയായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ വരുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടം പൊന്നെ നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ടോ, അതുപോലെ ഇഷ്ടമാടി നിന്നെ. എനിക്ക് അതുപോലെ ജീവനായി പോയടി വാവേ. ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം അല്ലെ. ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞതായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനോട് പറഞ്ഞതായിരിക്കാം. കാരണം ഇഷ്ടമില്ലാതെ എന്തായാലും ഇങ്ങനൊരു വോയിസ് ക്ലിപ്പ് ഇദ്ദേഹം ആർക്കും അയക്കുന്നത്. അപ്പൊ ഇതെടുത്തിട്ടാണ് ഇപ്പം വളരെ മോശമായ രീതിയിൽ വൾഗറായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടുപോയിക്കോ. എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. ഇങ്ങനെയാണോ നിങ്ങൾ കിടക്കുന്നേ? 27 വർഷമായി ചെയ്യൂ. വാടകയ്ക്കായിട്ട് ഒരു മോനുണ്ടായിരുന്നു, ക്യാൻസർ ആയിരുന്നു, മോൻ മരിച്ചുപോയി. എനിക്ക് തൊണ്ടയിലും ക്യാൻസർ പരീക്ഷയായിരുന്നു. ബാത്റൂമിലൊക്കെ പോകുന്ന ചില സമയത്ത് താഴെ, ചിലപ്പോൾ പറമ്പില്. പടുതായിക്ക് വാടക കൊടുക്കുന്നുണ്ട്. പടുതായിക്ക് വാടക കൊടുക്കുന്നു? എത്ര രൂപ? ഒരു ദിവസം 200 രൂപ വെച്ച് വാടക നമ്മൾ കൊടുക്കണം. പന്നിയൊക്കെ വരും അപ്പുറത്ത്. അയ്യോ, ഇങ്ങനെയാ നിങ്ങൾ കിടക്കുന്നല്ലേ? ഞാൻ 3 മാസമായി മരുന്ന് കഴിച്ചിട്ട് എനിക്കിത് മേടിക്കാൻ നിവർത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗുളിക എടുത്ത് കഴിച്ച് മരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഇവരാരും അറിയാതെ പോലീസുകാരെന്നെ പിടിച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് വന്നു. ഭാര്യയെ കൂട്ടിക്കൊണ്ട് എളുപ്പം പോകുന്നു. സാറേ, എനിക്കൊരു കയറി കിടക്കാൻ ഒരു പേര്. ഇത് 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്ന എനിക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എൻ്റെ ഫാമിലിയോടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത്. അപ്പോഴും എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അച്ചായനെ വിമർശിച്ച് വരുന്ന ചില വേട്ടാവളിയന്മാരുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് കുരയ്ക്കുന്ന ചില വേട്ട നായ്ക്കൾ. ഇവന്മാരെ കൊണ്ടൊന്നും ഈ സമൂഹത്തിന് ഒരു ഗുണവുമില്ല. 10 പൈസയുടെ സഹായം ഈ പറയപ്പെടുന്ന ഒരാൾക്കും ചെയ്യാത്തവന്മാർ വന്നിട്ടാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുന്നത്. എന്തായാലും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ അത് നല്ലതാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാവും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് ഇദ്ദേഹം പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് പറഞ്ഞെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് വിമർശിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം.
പക്ഷെ ഇന്ന് ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഏതാണ്ട് 10-40ഓളം വരുന്ന വീടുകൾ ഇദ്ദേഹം പല ആളുകൾക്കായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം അങ്ങോട്ട് തേടി പിടിച്ച് ചെല്ലുന്നു, പിന്നെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ തേടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇദ്ദേഹം വീഡിയോ എടുത്ത് ഇടുന്നുണ്ട് എന്നുള്ളത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് കുറച്ചൊക്കെ ഓവറായി പോകുന്നുണ്ടെന്നും നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളത് കാണണം. ഈ ഒരു വീഡിയോ ആണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇതിന് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമ്മുടെ ഷെഫീന കൊടുക്കുന്ന മറുപടിയും കൂടെ ഒന്ന് കേട്ടോ. നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോൾ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ ഇവർ സത്യം അവർ പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ? എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരല്ലേ? നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് കൊടുത്ത ഞാൻ മണ്ടൻ. 1 ലക്ഷം നിങ്ങൾക്ക് തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈൽ ഇടണ്ട, വേറെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്ന? പിന്നെ നിങ്ങളെ ആരോ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ നിങ്ങൾ അച്ചായൻ തന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നു. ആ വീഡിയോ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? എന്റെ ആ വീഡിയോ വരാത്ത അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അവര് കട്ട് ചെയ്ത് കളഞ്ഞു. അത് തന്നെയാണ് അച്ഛാ, നിങ്ങൾ അത് ചോദിക്കുന്നു. 4 ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് തീരുവോ? തറ കെട്ടിക്കൊടുത്ത് തറ തീർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. തറ കെട്ടി ഇത്രയും മനോഹരമായ ഒരു വീട് പണിത് ഇവർക്ക് ഞാൻ കൊടുത്തു. 4 ലക്ഷം രൂപ, അതായത് 1 ലക്ഷം ഇവർക്കും 3 ലക്ഷം മേസ്തിരിക്കും കൊടുത്ത് 4 ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർത്തു. അത് ടൈല് പോലും വേണ്ടാന്ന് ഉദ്ദേശിച്ചെടുത്ത് ഞാൻ പറഞ്ഞു ടൈലും കൂടെ വേണമെന്ന് പറഞ്ഞ് നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ ഈ വീട് പണിത് കൊടുത്തു. ആ വീട് പണിത് കൊടുത്തതിന്റെ പേര് ഞാൻ കേൾക്കുന്ന വിമർശനങ്ങൾ എന്താ വെച്ചാൽ എന്നെ ഇട്ട് വേട്ടയാടുവാണ് എന്നെ ഇട്ട്. സെക്രട്ടറി വന്ന് പഞ്ചായത്തിൽ നിന്ന് വന്ന് പറയുന്ന വാക്കുകളിൽ അച്ചായൻ പണിത് തന്നതാണ് ഈ വീടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗം മാത്രം കട്ട് ചെയ്തു. അപ്പം 3 ലക്ഷവും 1 ലക്ഷവും തന്ന ഞാൻ മണ്ടൻ അല്ലേ? നമ്മൾ ഇത് പണിത ഒരു മേസ്തിരി ഇല്ലേ? മേസ്തിരി കൂടെ വിളിക്കണ്ടേ? നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ചേട്ടങ്ങി വന്നേ, ചേട്ടങ്ങി വാ. ചേട്ടാ, ഈ വീട് പണിത് ചേട്ടനാണ്, മൊത്തം പണിത് ചേട്ടൻ തന്നെയാണ്. തറ കെട്ടി കിടന്ന വീട്ടില് മൊത്തം ഇവർക്ക് ഞാൻ 1.5 കൈ കൊടുത്തു. അത് ഇവർ തന്നെ പറയുന്നുണ്ട്. ചേട്ടന് ഞാൻ 3 തന്നു. നല്ല രീതിയിൽ തന്നെ ടൈലും ഇട്ട് നല്ല വീടും പണിയണമെന്ന് നോക്കി. ഇത് കൂടെ എനിക്ക് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സത്യം തെളിയിക്കണം. എന്നായാലും ദൈവം സത്യം തെളിയിക്കും. ഇപ്പം സത്യം തെളിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് സന്തോഷത്തോടെ പോകാമല്ലോ. ഓർക്കുക, നിങ്ങൾ ഇങ്ങനെയുള്ള കുറെ യൂട്യൂബേഴ്സ് കാണും. സമൂഹത്തിൽ ചെയ്യാനുള്ളവർക്കും കൂടെ ചെയ്യാൻ പറ്റാതെ പോവാണ്. നിങ്ങൾക്കറിയാം, ഞാനും സൂരജും കൂടെയാണ് ആകെ ഈ വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്തത്. കംപ്ലീറ്റ് ചെയ്ത് വീട് പണിത് കൊടുത്തു ഞാൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക്, അതായത് മുന്നോട്ട് പല കാര്യങ്ങളും സമൂഹത്തിൽ ചെയ്യാനുള്ളതും കൂടെ ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് നശിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴും എന്നോട് ആവശ്യപ്പെടും, അച്ഛാ ഞാൻ എന്താ തരേണ്ടത്? ഞാൻ ഒന്നും എനിക്ക് തരണ്ട. എൻ്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ മാറ്റി വെച്ച് ചെയ്തോളാം. അത് 100% ഗ്യാരണ്ടി ഞാൻ ചെയ്യും. പക്ഷേ നിങ്ങൾ എനിക്ക് ചെയ്യണം. ഇതുപോലെ എന്നെ വിമർശിക്കുന്നവരുടെ വീഡിയോ ലിങ്ക് എടുത്ത് നിങ്ങൾ അവരെ റിപ്പോർട്ട് അടിക്കണം. ഈ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാണ് ഞാൻ. കാരണം ഞാൻ മണ്ടനായി. ഇത്രയും വീടുകൾ പണിത് ഇത്രയും പേർക്ക് നല്ല കാര്യങ്ങൾ, അന്നദാനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്ത്, അല്ലെങ്കിൽ ജപ്തി ചെയ്യുന്ന ഒഴിവാക്കി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവ്, അല്ലെങ്കിൽ കല്യാണങ്ങൾ നടത്തി കൊടുത്ത ഞാൻ വെറും മണ്ടനായി. ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ ഇവർ സത്യം അവർ പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം. ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ്. അതായത് ഇവർക്ക് മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1 ലക്ഷം കൊടുത്ത്, ഇവർക്ക് 1 ലക്ഷം കൊടുത്തു, കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ഛന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ഛന് ഒന്നും ഇല്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചതാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ആർക്കും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത കാണുന്നിടം വരെ ബൈ ബൈ. ഇതിനകത്ത് പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ആരെ പറ്റിയാണോ ഈ അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അവരെടുത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ടൊരു എക്സ്പ്ലനേഷൻ കുറെ അൽത്താ ബ്ലോഗ് അങ്ങനെയൊക്കെ കുറെ ഉണ്ടല്ലോ. ഇവന്മാരെല്ലാവരും കൂടെ പറയുന്നു, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ലോ അത് ലൈഫ് മിഷന്റെ ബാക്കി പത്രമായിരുന്നു? എന്താ നീ വെച്ചു കൊടുറാ? നിനക്കൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ പോയി വെച്ചു കൊടുക്കുക. പറ്റത്തില്ലല്ല. 5 പൈസ കയ്യിൽ നിന്ന് ഇറക്കി ഒരു നന്മ പ്രവർത്തി ചെയ്യാത്ത വാഴകളാണ് ഇരുന്നു കൊണ്ട് വാഴ വർത്താനം പറയുന്നത്. ഇവനെ പറ്റി ബിഗ് ബോസിൽ പോയപ്പോൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അന്നങ്ങാണ് ഈ തന്ത വാഴ നടാൻ പോയാൽ മതിയായിരുന്നു. പിന്നെ ഒരു ചോദ്യമുണ്ട്, പാതിരാത്രി 12 മണിക്കൊക്കെ വാഴ നടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ലല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനത്തെ വാഴകൾ ഉണ്ടാക്കുക അല്ലാതെ വേറെ വഴി ഉണ്ടാവത്തില്ലല്ലോ. എനിവേ, എന്തായാലും വലിയൊരു വൻ ദുരന്ത വാഴയാണ് അതെന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ ഈ കണ്ടതും കേട്ടതും. പുള്ളി കൃത്യമായി എവിഡൻസ് വെച്ച് സംസാരിക്കുന്നു. വാഴകൾ ചുമ്മാ ഇരുന്ന് വായ്ത്താളം അടിക്കുന്നു. അദ്ദേഹത്തിന് അവനുമായിട്ട് ബന്ധം, ഇവരുമായിട്ട് ബന്ധം, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവൂടാ. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അവരാരെങ്കിലും പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു, നശിപ്പിച്ചു ഇത്യാദി കാര്യങ്ങളുണ്ടെങ്കിൽ കൊണ്ടുപോകാം. നമുക്ക് അതിന് എന്തെങ്കിലുമൊക്കെ പ്രതിവിധികൾ നമുക്ക് സംസാരിക്കാം, ചർച്ചയ്ക്ക് വെക്കാം. ഇവരുടെ ഓഡിയോസ് ഒന്നും എനിക്ക് കൊണ്ട് തരേണ്ട താല്പര്യമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും അഡമെന്റായി ഞാൻ ഈ വിഷയത്തിൽ അച്ചാൻ്റെ ഒപ്പമാണ്. കാരണം
സ്വന്തം പോക്കറ്റിൽ നിന്നാണ് അദ്ദേഹം പൈസ എടുത്ത് ചാരിറ്റി നടത്തുന്നത്. അതൊരു ഗ്രേറ്റ് തിങ് തന്നെയാണ്. അത് മാത്രവുമല്ല, ചാരിറ്റി നടത്താൻ വേണ്ടി കൂട്ടുകാരോ പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആരുടെയൊക്കെ ബിനാമിയാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. എന്തിനാ ഇപ്പൊ ബിനാമി? നന്മയ്യനല്ലേ? ബിനാമിയായിട്ടിരിക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല. സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ചില ആളുകൾ, ബ്ലോഗർമാർ ഇറങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഈ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. കാരണം നമുക്കൊരാളെ സഹായിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വഴിക്ക് പോകാൻ പാടില്ല. സഹായിക്കുന്നവനെ ഉപദ്രവിക്കാൻ പാടില്ല. ഇപ്പോൾ അച്ചായൻ ഇപ്പൊ നമ്മളിപ്പോൾ കണ്ട ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടാണ് അച്ചായൻ്റെ ആ ഒരു വിഷയം ഈ ചില വ്ളോഗർമാർ പൊക്കിക്കൊണ്ട് വന്നിട്ട് അച്ചായൻ തട്ടിപ്പാണ്, അച്ചായൻ ഫ്രോഡാണ് എന്നൊക്കെ പറയുന്നത്. വിഷൻ പദ്ധതിയിലാണ് ആ ഒരു വീട് കിട്ടുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ ചിലപ്പോൾ 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം രൂപ ലൈഫ് മിഷൻ പദ്ധതിയിൽ കിട്ടുമായിരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു വീടിന്റെ പണിയും പൂർത്തിയാക്കാൻ പറ്റില്ല. അതിന്റെ ബാക്കി വരുന്ന തുക കൊടുത്തുകൊണ്ടാണ് അച്ചായൻ ആ വീട് പൂർത്തീകരിച്ച് ആ അച്ഛനും അമ്മയ്ക്കും സമർപ്പിച്ചത്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ ബലമായ സംശയം എന്ന് പറയുന്നത് അച്ചായൻ കേരളത്തിൽ നല്ല രീതിയിൽ ഉദിച്ചുയരുന്ന ഒരു ബിസിനസ്സുകാരനായിട്ടാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 40ഓളം വരുന്ന ഷോറൂമുകൾ അദ്ദേഹത്തിന് കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് തുറക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തൊക്കെ വിരളി പൂണ്ടുന്ന ചില എന്താ പറയുക, കച്ചവടക്കാരുടെ കുൽസിത പ്രവർത്തികൾ കൊണ്ടായിരിക്കാം ഇദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇദ്ദേഹം കാണിക്കുന്നതൊക്കെ ഫ്രോഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരം വ്ളോഗർമാരെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു കുത്തിത്തിരിപ്പ് നടത്താൻ വേണ്ടി നോക്കിയതായിട്ടാണ് പേഴ്സണലായിട്ട് എനിക്ക് ഇപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അച്ചായൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുണ്ട്, ശിക്ഷിച്ചോട്ടെ. പക്ഷേ ഇത്തരം നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് സ്വയം നാറാൻ നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അച്ചായൻ ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലം നൽകുന്നത് ദൈവം തമ്പുരാനാണ്, അല്ലേ? അപ്പം നമ്മളെ കൊണ്ട് ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല. അപ്പം സഹായിക്കുന്നവർ സഹായിക്കട്ടെ. ഇനി അദ്ദേഹം കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.